യേശുവിൻ്റെ നാമത്തിൽ അമ്മയോടും തിരുക്കുമാരനോടും കോടാനുകൂടി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ലിജി പീറ്റർ, തൃശ്ശൂർ മറ്റം വാഗ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് 10, 2025 എനിക്ക് കൃപാസന മാതാവിൽ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യം ഒരു സാക്ഷ്യം കേട്ടത് വഴി ഉടമ്പടി വസ്തുക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരു കസിൻസിൻ്റെ അടുത്ത് പോയി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ 2.5 മാസത്തോളം ഉടമ്പടിയിലായ പോലെ ജീവിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. 4ാമത്തെ പുതുക്കൽ കഴിഞ്ഞു. ഇതെൻ്റെ മേമയുടെ മകനാണ്. എനിക്ക് 7 മാസത്തോളം ഒരു കാലിൻ്റെ വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ പള്ളിയിലൊക്കെ ആൾക്കാർ പോയി അങ്ങനെ കുരിശ് വരയ്ക്കാതെ നിൽക്കുന്നത് കാണുമ്പോൾ എനിക്കത് വിഷമമായിരുന്നു. അവർക്കൊന്ന് മുട്ടുകുത്തിക്കൂടെ, ഒന്ന് പള്ളിയിൽ വന്നാൽ എന്തെങ്കിലും ചിന്തിക്കുക. അതുപോലെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ മുട്ടുകുത്താതെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ കാലുവേദന വന്നപ്പോഴാണ് അവർക്കുണ്ടായ വേദന എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ 7 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് നിൽക്കാൻ പോലും പറ്റില്ല. പള്ളിയിൽ പോയാൽ പോലും ഞാൻ ഒരു കാലുമ നിൽക്കും, കുറച്ച് നേരം ഇരിക്കും. അതുപോലെ പ്രാർത്ഥന എത്തിക്കുമ്പോഴൊക്കെ ഞാൻ സോഫയിൽ ഇരുന്നിട്ടാണ് പ്രാർത്ഥന എത്തിക്കാറ്. അപ്പോൾ എനിക്ക് ദൈവമേ, ഞാൻ അവരുടെ വേദന എനിക്ക് ഇങ്ങനെയാണല്ലോ, അതുകൊണ്ടാണ് അവർ നിന്നിരുന്ന് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഈ കാലുവേദനയുള്ള സമയത്താണ് ഈ സാക്ഷ്യം കേട്ട് അച്ഛൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ വെച്ച് തുടങ്ങി. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കാലുവേദന അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അച്ഛൻ രാവിലെ ചെല്ലുമ്പോൾ അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ പറഞ്ഞ സമയത്ത് ഞാൻ കാലുമേ എൻ്റെ മുട്ടിൻ്റെ താഴെയായിട്ട് ഒരു മുഴ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ഇന്നവിടെ ഉടമ്പടി തൈലം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞാൽ പറ്റാറുണ്ട്. അപ്പോൾ അച്ഛൻ ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ ഇടയിൽ രോഗസൗഖ്യത്തിനായിട്ട് പറഞ്ഞു, മുട്ടിൻ്റെ മുകളിലെ മുഴയുള്ള ഒരു രോഗിയെ സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് വിശ്വസിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാലിൻ്റെ മുട്ടുമ്മലല്ല, പക്ഷേ മുട്ടിൻ്റെ ഇറങ്ങിയിട്ടാണ്. പക്ഷെ ഞാനത് വിശ്വസിച്ചു, മുട്ടന്നെയാണല്ലോ, എന്നെ ആണല്ലോ പറയുന്നതെന്ന് ഞാൻ വിശ്വസിച്ച്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ആയുർവേദം, ഇംഗ്ലീഷ്, ഹോമിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ മരുന്ന് കഴിക്കുമ്പോൾ കുറയും, അത് കഴിഞ്ഞാൽ എനിക്കത് വേദന മാറാറില്ല. അപ്പോൾ ഞാൻ തീരെ പറ്റാതെ ആവുമ്പോൾ വേദനയുടെ ഗുളിക എടുത്ത് കഴിച്ചിട്ടാണ് നടക്കാറ്. ആ സമയത്താണ് ഞാനിങ്ങനെ ഉടമ്പടി എടുത്തതും അച്ഛൻ്റെ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് വേദന മാറിയത് എന്നാണെന്ന് എനിക്കറിയില്ല. അപ്പം അച്ഛൻ ഇത് പറഞ്ഞ സമയത്ത് ഞാൻ വീണ്ടും കാലുമേ തൈലം പുരട്ടി പ്രാർത്ഥിച്ച് എന്നും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അച്ഛൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നാണ് എനിക്ക് വേദന വിട്ടുപോയതെന്ന് പോലും അറിയില്ല. പിന്നെ എനിക്ക് 7 വർഷത്തിനും മുകളിലായിട്ടുള്ള ഒരു മൈഗ്രെയിനാണ്. ഞാൻ ഇംഗ്ലീഷ് എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഹോമിയോ ആണ് സ്ഥിരം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ കാലം എത്തുമ്പോൾ ഞാൻ മരുന്ന് നിർത്തും. പിന്നെ അധികം പറ്റാതെ ആവുമ്പോൾ വീണ്ടും ഞാൻ ഡോക്ടറെ കാണിച്ച് മരുന്ന് കഴിക്കുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് എൻ്റെ ബാഗിൽ എപ്പോഴും ഫുൾ ടൈം കുടയുണ്ടാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ വെയിൽ പോലും എനിക്ക് കൊള്ളാൻ പറ്റില്ല, ഒരു AC-യിൽ ഇരിക്കാൻ പറ്റില്ല, കുറച്ച് നേരം ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റില്ല, ഒന്ന് പുറത്തേക്ക് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ടൈഗർ ബാമൊക്കെ ഇങ്ങനെ ഗുളിക ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ടൈഗർ ബാമൊക്കെ ഇങ്ങനെ വാരി പൊത്തുന്നിട്ട് എന്നെ എല്ലാവരും ചീത്ത പറയും, എന്തിനാ ഇങ്ങനെ പറ്റണേ എന്ന് പറയും. അതുപോലെ എനിക്കൊന്ന് വൈകുന്നേരം ചിലപ്പോൾ കിടന്നുറങ്ങണമെങ്കിൽ ഐസൊക്കെ എടുത്തിട്ട് ഞാൻ ഈ തലയുടെ ഈ ഞരമ്പുമ്പോൾ ഇങ്ങനെ വെക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ ഒരു സാക്ഷ്യത്തിൽ ഒരു ചേച്ചി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്ക് മരുന്ന് ചെയ്തിട്ട് മാറുന്നില്ല. അപ്പോൾ പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്ക് മരുന്ന് ഏത് ഡോക്ടറെ കാണിക്കണം, അല്ലെങ്കിൽ ചെറിയൊരു വേദന ഉണ്ടായാലും കുഴപ്പമില്ല, എനിക്കത് നിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടായിരിക്കണം, എനിക്ക് രോഗം മാറ്റി തരണം, മുഴുവനായിട്ട് മാറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അതേപോലെ പ്രാർത്ഥിച്ചു, മാതാവേ, എൻ്റെ തലവേദന എന്നിൽ നിന്ന് എടുത്തു മാറ്റണ്ട, പക്ഷേ എനിക്ക് എവിടെ പോയി വന്നാലും സുഖമായോ ഉറങ്ങാനും. അപ്പോൾ ഞാൻ എന്നും തൈലം തൂത്തിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ തൈലം പരട്ടി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞാൻ തൈലം പറ്റി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ ചേച്ചിയുടെ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരു സാക്ഷ്യത്തിൽ വേറൊരു ചേട്ടൻ പറഞ്ഞു, ഞാനിങ്ങനെ ഉടമ്പടി വസ്തുക്കൾ വെള്ളത്തിലിട്ടിട്ട്, ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് കുളിച്ചിട്ട് ആൾക്ക് സൗഖ്യം കിട്ടി, മേലും കൈയും വേദനയൊക്കെ സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഉടമ്പടി ഉപ്പ് കുളിക്കുന്ന നേരത്തെ വിശ്വാസ പ്രമാണം ചൊല്ലി ആൾക്കാർ കേട്ടാൽ തോന്നും തലയിൽ ഉപ്പിടാൻ പറ്റുമോ എന്നുള്ളത് തോന്നും. പക്ഷേ എനിക്ക് ആദ്യത്തെ സാക്ഷ്യത്തിലേക്ക് ഉപ്പിട്ടിട്ട് മുടി പൊട്ടുപോലും നിന്നിട്ടുള്ളത് കൊണ്ട് അതിൽ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനതിൽ കുളിക്കുന്ന നേരത്തെ വിശ്വാസ പ്രമാണം
വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ട് കുളിച്ച് എനിക്ക് ആ 7 വർഷമായിട്ടുള്ള മൈഗ്രെയിൻ മാറി. ഇപ്പം എനിക്ക് എൻ്റെ ബാഗിൽ കുട പോലും ഇല്ല. ഒരു മരുന്നും ഞാൻ ചെയ്യാറില്ല. ഇനി വല്ലപ്പോഴും എനിക്ക് തലവേദന വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 1-2 ദിവസം എന്തെങ്കിലും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ മാത്രമാണ്. ടൈഗർ ബാമൊക്കെ കണ്ട കാലം ഞാൻ മറന്നു. അങ്ങനെ ആ മാതാവും എനിക്കതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 മണി 10:30 നേരത്തൊക്കെ ഞാൻ പുറത്ത് പോയി മെച്ചിങ്ങ അരച്ചിടുക അങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പോൾ എനിക്കത് എത്ര നന്ദി പറഞ്ഞാലും മാതാവിനോട് അത് മതിയാവില്ല. എന്ന് വെച്ചാൽ മരുന്ന് കഴിച്ചാൽ വരെ എനിക്കത് മാറി കിട്ടാറില്ല. അപ്പോൾ അതിന് മാതാവിനോട് പ്രത്യേകം തിരുക്കുമാരനോട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഇവിടെ ഉടമ്പടി ഒരു പ്രാവശ്യം പുതുക്കി പോയപ്പോൾ എൻ്റെ കാലിൻ്റെ ചെറുവിരലിന് ഒരു പഴുപ്പ് പോലെ വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അത്ര കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കത് വിരൽ പഴുത്തു. അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പരറ്റി അതുപോലെ വിശ്വാസപ്രമാണം ചൊല്ലി കാല് കഴുകിയിട്ട് എനിക്ക് ആ പഴുപ്പ് മാറിയപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മേലെ മുട്ടിന് കീഴ്പ്പെട്ടായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാതിയാൽ മതി, അവിടെ പൊട്ടും. എൻ്റെ ഫോൺ മാറിയ കാരണം ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊട്ടി കഴിഞ്ഞാൽ അത് ചുറ്റോരം ഒരു കൈയിൻ്റെ വട്ടത്തിനേക്കാളും കൂടുതൽ അത് പഴുത്ത് കഴിഞ്ഞാൽ അപ്പം എന്നോട് അപ്പച്ചനും മക്കളൊക്കെ പറയും ഡോക്ടറെ കാണിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പറയും അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് മാറ്റും. അപ്പോൾ ഒരു സഭയുടെ പേര് പറഞ്ഞിട്ട് എൻ്റെ കുറ്റം പറയും, അവർ ഡോക്ടറെ കാണിക്കാതെ ഇരിക്കുന്ന പോലെ നീ ആവരുതെന്ന് പറയും. പിന്നെ അങ്ങനെ എനിക്ക് ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വിഷമമാണ്. പാൻറ്റൊക്കെ ഇടുമ്പോൾ ഞാൻ വന്നെത്തി കഴിഞ്ഞ വഴിക്ക് പാൻറ്റൊക്കെ വലിച്ച് തൂരിക്കി എടുത്തിടും. അത്രയ്ക്കും എന്താ പറയുക കൈയിൻ്റെ വട്ടത്തിനേക്കാളും കൂടുതൽ നല്ല ചുമപ്പ് കളറായിട്ട് നിൽക്കും. അത് കഴിഞ്ഞാൽ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക അത് ഉണങ്ങിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വരും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഉണങ്ങണില്ല എന്നുണ്ടെങ്കിൽ മാതാവേ ഞാൻ ഡോക്ടറെ കാണിക്കും, അല്ല നീ ഇത് ഉണക്കി തരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും വരാൻ പാടില്ല. അങ്ങനെ ഒരു 5-6 ഇത് 2 മാസത്തോളം നിന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം പനിച്ചപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോവില്ല. അപ്പോൾ ഇവർക്ക് ഹസ്ബൻഡിനെ അവർക്ക് പേടിയായിട്ട് പറഞ്ഞു നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയപ്പോൾ അവർ പറഞ്ഞു എന്താണ് ഇങ്ങനെ. അപ്പോൾ ഒരു ശനിയാഴ്ചയാണ് ഡോക്ടറെ അടുത്തേക്ക് പോയത് ഞാൻ. പനിയായപ്പോൾ അവർ പറഞ്ഞു ഈ കാലും ഈ നിലയ്ക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് എന്തുകൊണ്ട് ഡോക്ടറെ കാണിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് ഉണക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറ്റില്ല, ഞങ്ങളിപ്പോൾ പനിക്ക് ഒരു ട്രിപ്പ് കയറ്റിയിട്ട് ഒരു ചെറിയൊരു ആൻറ്റിബയോട്ടിക് തരുന്നുണ്ട്, നിങ്ങൾ തിങ്കളാഴ്ച വന്നിട്ട് ഡെർമറ്റോളജീനെ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് അങ്ങനെ അന്ന് തന്നെ പോന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ ആ കഴിച്ച ദിവസം മരുന്ന് കഴിച്ചു. പിന്നെ ഞാൻ കഴിച്ചില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ 2 മാസമായിട്ട് നിൻ്റെ തൈലം തൂത്ത് നിൻ്റെ ഉടമ്പടി വസ്തു ഉപ്പ് ഉപയോഗിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ കഴുകിയതാണ്. നിന്നെ മഹത്വപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡെർമറ്റോളജീനെ കാണിച്ചു കഴിഞ്ഞാൽ എനിക്കത് മഹത്വപ്പെടുത്താൻ പറ്റില്ല. അല്ല നിനക്ക് ഞാൻ ഡെർമറ്റോളജീനെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുറിവ് ഉണങ്ങാതെ ഇരിക്കണം, എന്നാൽ മാത്രമേ ഞാൻ ഡെർമറ്റോളജീനെ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഗുളിക അന്ന് വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു സമാധാനത്തിന് അന്ന് മാത്രം ഒരു ഗുളിക കഴിച്ചു. പിന്നെ ഞാൻ ആൻറ്റിബയോട്ടിക് ഒന്നും കഴിച്ചില്ല. തിങ്കളാഴ്ച ആയപ്പോൾ അപ്പച്ചനും മോളും ചോദിച്ചു അമ്മ ഡെർമറ്റോളജീനെ കാണിക്കാൻ പോളിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കാലുമ്മ ഇപ്പോഴുള്ള മുറിവ് പഴുക്കുകയാണെങ്കിൽ ഞാൻ ഡെർമറ്റോളജീനെ കാണിക്കാൻ പോകും, അല്ലാന്നുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മ മഹത്വത്തിന് വേണ്ടി ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ കാണിക്കാൻ പോവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാധവനോട് പറഞ്ഞു മാധവ എൻ്റെ കാലുമത്തെ പാട് കളയരുത്, എല്ലാവരും പാട് പോയെന്ന് പറയുമ്പോൾ ഞാൻ പറയും പാട് കളയരുതെന്ന് വെച്ചാൽ പാട് നിർത്തിക്കോളോ, എനിക്കത് എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ മാതാവ് സൗഖ്യപ്പെടുത്തിയതാണെന്നുള്ളത് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറയും. അതുകൊണ്ട് പാട് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എനിക്ക് ഒരു ഡെർമറ്റോളജീനെയും കാണിക്കാം എന്ന് വെച്ചാൽ എല്ലാവർക്കും പേടിയാണ്, കാണുന്ന ആൾക്കാരെല്ലാവരും പറയും അയ്യോ ഡോക്ടറെ കാണിക്കുക, കാല് ഷുഗർ കയറും, അത്രമാത്രം പഴുപ്പുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കതും മാതാവ് പ്രത്യേകം മാതാവിനോട് ഞാൻ അതിന് നന്ദി പറയുന്നു. പിന്നെ ഇതെൻ്റെ മേമയുടെ മകനാണ്. മേമയുടെ മകൻ എന്നെ വീട് പണിയുന്ന സമയത്ത് സൺസൈഡിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണ സമയത്ത് ഒരു ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു സ്റ്റെനി വീണു, സ്റ്റെനി എന്നാണ് പേര്, സ്റ്റെനി വീണു, അവന് മൂക്കുന്നും വായെന്നും ബ്ലഡ് വരുന്നുണ്ട്, വാരിയുടെ എല്ല് 2-3 എല്ല് പൊട്ടിയിട്ടുണ്ട്, ഷോൾഡറിൻ്റെ എല്ല് പൊട്ടിയിട്ടുണ്ട്, ICUവിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം കൃപാസനത്തിലത്തെ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി കാശ് രൂപം എൻ്റെ ചെയ്യത്തിൻ്റെ ഒപ്പമാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കത് അറിയുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഉടമ്പടി കാശ് രൂപം കൊടുക്കാൻ പാടില്ല എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ICUവിലേക്ക് ഇവനെ കാണാൻ പോകുമ്പോൾ ചെയ്യത്തുമെന്ന് ലോക്കറ്റ് ഊരി ഞാൻ അവിടെ ICUവിൽ കയറിയിട്ട് ഡോക്ടർമാരോട് പറഞ്ഞു ഞാനിങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്, അപ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ അവന് കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഫ്രീ ആയ ടൈമിൽ കയറി പ്രാർത്ഥിച്ചോളാം പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ എത്തുമ്പോഴേക്കും
അവൻ്റെ മൂക്കിൽ നിന്ന് ഞാൻ കയറി കാണുമ്പോൾ അവൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് ഇല്ല. ഞാൻ നമ്മുടെ ലൈവിൽ പ്രാർത്ഥനയിൽ പ്രയർ റിക്വസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മാതാവിനോട്. മാതാവ് ഒക്ടോബർ 12-ാം തീയതിയാണ് ഇവന് അപകടം പറ്റിയത്. അപ്പോൾ ഒക്ടോബർ 25-ാം തീയതി ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് വരാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് എനിക്ക് വരണവൻ ഓപ്പറേഷൻ കൂടാതെ അവന് ആശുപത്രിയിൽ നിന്ന് ഞാൻ കൃപാസന റാലിക്ക് മാതാവിൻ്റെ റാലിക്ക് വരുമ്പോൾ അവൻ നടന്നിട്ടുള്ളൊരു സാക്ഷ്യം പറയണം, മേല് കത്തി വയ്ക്കാൻ പാടില്ല എന്ന് ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ തൊട്ട് തന്നെ പ്രാർത്ഥിച്ചിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇവൻ്റെ അമ്മ പറഞ്ഞു, മേമ പറഞ്ഞു, അവൻ്റെ മൂക്കുന്ന് വായെന്ന് ബ്ലഡ് വരൽ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്ത് കയറി ലോക്കറ്റ് കൊടുക്കുമ്പോൾ അവിടെയുള്ള സിസ്റ്റർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവന് ഓർമ്മയൊന്നുമില്ല, അങ്ങനെ മാസ്ക് വെച്ച് മിണ്ടാൻ പറ്റുന്നില്ല, കഴുത്തിൽ ബെൽറ്റിട്ട് ഫുള്ള് ഇങ്ങനെ കിടപ്പാണ്, ഉള്ളിൽ ഓർമ്മയുണ്ട് പക്ഷെ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ലോക്കറ്റ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ലോക്കറ്റ് കൊടുത്തൊന്നും അത് പോവാതിരിക്കാൻ ചരട് എങ്ങാനും കെട്ടി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ അവൻ്റെ കൈമ, അപ്പോൾ അവൻ പറഞ്ഞു വേണ്ട എന്നിങ്ങനെ ആക്ഷൻ കാണിച്ചു, കൈമ കൊടുത്തു. അങ്ങനെ ഞാൻ ഈ പോകുമ്പോൾ ഈ പ്രാർത്ഥന മുടക്കാൻ പാടില്ലാത്ത കാരണം എൻ്റെ കയ്യിൽ ഉടമ്പടി തീരി, പ്രത്യക്ഷീകരണ തീരി, ഞാൻ കൈ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ അന്നത്തെ ദിവസം ഫുള്ള് നിന്ന് അവനവിടെ ICUവിൽ കയറി തൈലം പരറ്റി പ്രാർത്ഥിച്ചു. അവൻ ജ്യൂസാണ് കഴിച്ചിരുന്നത്, ജ്യൂസിൽ ഞാൻ ഉപ്പ് ഇട്ട് ജ്യൂസ് കൊടുത്തു. അങ്ങനെ പിറ്റത്ത് അപ്പോൾ ഞാൻ മാതാവിനോട് പുറത്തിരുന്ന് ഇതന്നെ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ എനിക്ക് അവൻ്റെ മേൽ കത്തി വയ്ക്കാൻ പാടില്ല, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അവൻ എണീറ്റ് നടന്നിട്ട് പോകണം, അതെനിക്ക് എത്ര ദിവസം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, അമ്മ അത് ചെയ്ത് നന്ദി പറഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞു. പിറ്റത്തെ ദിവസം അപ്പോൾ അവന് ലെൻസിലേക്ക് എയർ കയറിയുണ്ട്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, ഓപ്പറേഷൻ വേണ്ടി വരും മിക്കതും, അതുപോലെ ബ്ലീഡിങ് നിൽക്കുന്നില്ല, അപ്പോൾ ബ്ലഡ് കയറ്റേണ്ടി വരും, ഇതൊക്കെ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റത്തെ ദിവസം ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു അവന് കുഴപ്പമില്ല, വേണമെന്നുണ്ടെങ്കിൽ വാർഡിലേക്ക് മാറ്റാം എന്നുള്ള അവസ്ഥ വരെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇനി ഇൻഫെക്ഷനൊന്നും ആവണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ICUന്ന് മാറ്റിയില്ല. അങ്ങനെ 4 ദിവസം എത്തുമ്പോഴേക്കും അവൻ ICUന്ന് വാർഡിലേക്ക് മാറ്റി. ഹോസ്പിറ്റലിൽ നിന്ന് 7 ദിവസം കഴിഞ്ഞ് പേര് വെട്ടി പോകുമ്പോഴേക്കും അവൻ നടന്നിട്ട് പോയി. എനിക്ക് മാതാവിനോട് ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് ഞാൻ പറഞ്ഞതുപോലെ നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. 2 മാസം ആകുമ്പോഴേക്കും അവൻ ബെൽറ്റ് ഇട്ടിട്ട് ഇവിടുന്ന് ബെൽറ്റ് ഇട്ടിട്ടിരുന്നു. 2 മാസം ആകുമ്പോഴേക്കും അവൻ ജോലിക്ക് പോയി തുടങ്ങി. അന്ന് തന്നെ എൻ്റെ ഉടമ്പടി കാശുരൂപം കാണാതായി. അപ്പോൾ ഇവൻ പിറ്റത്തെ ദിവസം CT സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ അപ്പോൾ ഞാൻ പുറത്തുള്ള ഒരു വിശ്വാസത്തിലാണ്. അവൻ പറഞ്ഞു ലിജേച്ചി കയ്യിൽ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവൻ കൈ പിടിക്കാമെന്ന് പറഞ്ഞു. ഇവൻ CT സ്കാൻ ചെയ്തിട്ട് സ്കാൻ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, സ്റ്റെനിയ ലോക്കറ്റ് എവിടെടാ എന്ന് പറഞ്ഞു. ലിജേച്ചിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ലിജേച്ചി അപ്പോൾ അവൻ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഞാൻ അത് ഇന്നലെ വൈകുന്നേരം ഉറങ്ങിയപ്പോൾ നിലത്ത് വീണെന്ന് തോന്നുന്നുണ്ട്, ലിജേച്ചി ഒന്ന് അവിടെ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ICUവിൽ ചെന്നിട്ട് സിസ്റ്റേഴ്സിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ ഇവിടെ കിട്ടിയില്ലല്ലോ, ബെഡ്ഷീറ്റൊക്കെ ഇന്നലെ വൈകുന്നേരം തന്നെ മാറി, ഇനി അടിച്ചു കൊണ്ടുപോകണവരെ അത് കൊണ്ടുപോയിണ്ടാവും എന്ന് പറഞ്ഞു, അല്ല എടുത്ത് കളഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഇനി സ്റ്റെനിയുടെ കയ്യിൽ എന്നെ ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ CT സ്കാൻ ചെയ്ത് വന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ ക്ലീനിങ് ചെയ്ത് ചേച്ചിമാരെയൊക്കെ വിളിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ലോക്കറ്റ്. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു നൈറ്റ് ഇവൻ്റെ ഡ്രസ്സ് മാറ്റി, CT സ്കാന് പോകുമ്പോൾ ഡ്രസ്സ് മാറ്റി, ബെഡ്ഷീറ്റൊക്കെ മാറ്റി, ഇനി ചേച്ചി പൊക്കോളോ, കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ എടുത്തു വയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പുറത്തിരുന്ന് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് അറിയണുണ്ടായിരുന്നില്ല ഇങ്ങനെ ലോക്കറ്റ് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്, നിനക്ക് അവനെ ചേർത്ത് പിടിക്കാനും അവന് നിന്നെ ചേർത്ത് പിടിക്കാനും വേണ്ടി ഞാൻ കൊടുത്തതാണ്, അത് ഇത്ര വലിയാത്ത തെറ്റായോ മാതാവി, ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരെ പോലെ ഇന്ന് നാളെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല വരാനായിട്ട്, അപ്പോൾ ഞാൻ അടുത്ത മാസം വന്നിട്ട് വേണം എനിക്ക് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ, അതുവരെ ഞാൻ നീ ഇല്ലാതെ എങ്ങനെ ഇവിടുന്ന് തിരിച്ചു പോവുക, ഇനി മേലാക്കാൻ ഞാൻ ആർക്കും ലോക്കറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് ഇതിങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ICUവിൽ കിടന്നിട്ട് ചോദിച്ചു, ഞാനൊന്ന് തിരയട്ടെ, അപ്പോൾ ഇവൻ്റെ പെങ്ങളും ഉണ്ട്, ലോക്കറ്റ് തിരയട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ വിളിക്കാം, ലോക്കറ്റ് തിരഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ അപ്പോൾ 4 പേഷ്യൻ്റ് ഉള്ളൂ, നമുക്ക് അടിയൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം, ഗുളിക വയ്ക്കണ സ്റ്റെപ്പൊക്കെ കാണാം. അപ്പം ഞങ്ങൾ അവിടെ ഡോക്ടേഴ്സ് ഇല്ലാത്ത നേരത്ത് നോക്കി എല്ലായിടത്തും തിരഞ്ഞു, ലോക്കറ്റൊന്നും കാണാനില്ല. അപ്പോൾ അവർ പറഞ്ഞു ചേച്ചിയെ 2 പ്രാവശ്യം ബെഡ്ഷീറ്റ് മാറ്റിയതാ, അവൻ്റെ ഡ്രസ്സ് ഊരി മാറ്റിയതാ, എന്നിട്ടാണ് അവൻ CT സ്കാൻ പോയത്, അപ്പോൾ അവിടെ ഒന്നും ഇല്ല, ഇനി എപ്പോഴെങ്കിലും ചേച്ചി വല്ലയിടത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും മേമര മോൾ ഇവിടുന്ന് ഇവൻ്റെ ബെഡിൻ്റെ അവിടെ നിന്ന് പോകണില്ല, എന്നു വെച്ചാൽ ഇത് കിട്ടാണ്ട് ഞാൻ എങ്ങനെ വീട്ടിൽ പോവും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മേമര മോളോട് പറഞ്ഞു നമുക്ക് പോവുക, എന്തെങ്കിലും കിട്ടിയെങ്കിൽ അവർ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് കിടക്കാൻ വേണ്ടി ഇങ്ങോട്ട് നിൽക്കുമ്പോൾ
ഇവൻ ബെഡിൻ്റെ മുകളിൽ നിന്ന് ആ ലോക്കറ്റ് എടുത്തിട്ട് ദേ ലിജി ചേച്ചി, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പോലെ ദേ ലിജി ചേച്ചി ലോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എടുത്തു തന്നു. അപ്പോൾ എന്നേക്കാളും കൂടുതൽ അവിടെ ഒരു 4 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർ 4 പേരും തലയിൽ കൈ വെച്ചു. ഇത് എവിടെയായിരുന്നു ശനിയെ, നീ ഡ്രസ്സ് മാറി, നിന്നെ ഡ്രസ്സ് 2 പ്രാവശ്യം ഞങ്ങൾ മാറ്റി, ബെഡ്ഷീറ്റ് 2 പ്രാവശ്യം മാറ്റിയതാണ്, നീ ഇത് എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെക്കാളും അത്ഭുതമായിരുന്നു അവർക്കങ്ങനെ. അപ്പം അങ്ങനെ മാതാവിൻ്റെ ഒരു കാശുരൂപം കിട്ടി. പിന്നെ എനിക്ക് എന്താ പറയുക, എന്നേക്കാൾ കൂടുതലധികം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളത് എൻ്റെ സുഹൃത്തുക്കൾക്കാണ്. ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ട്, പക്ഷെ അവരൊന്നും കൂടെ ഇല്ലാത്തത് കൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കിതുപോലെ ഞാൻ എപ്പോഴും ഒരു കൊന്ത ചൊല്ലി കഴിഞ്ഞാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറ്. അപ്പം ഞാൻ ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം എനിക്ക് വേണ്ട, ഞാൻ വെച്ച ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങൾ വേണ്ട, ആർക്കായാലും കുഴപ്പമില്ല, എന്നെ ഒരു മാതാവിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ ഉയർത്തണം എന്ന് പറയാറുണ്ട്. അപ്പം എന്നെ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല, ലിജി ഇപ്പം മാതാവിൻ്റെ ആളാന്ന് പറഞ്ഞിട്ട് എന്നെ ഓഫീസിലൊക്കെ പോയി, ഞാനൊരു ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം എന്നെ കളിയാക്കും. അപ്പം ഞാൻ എന്നും പറയും, മാതാവ് എന്നെ അല്ല കേട്ടോ കളിയാക്കണം, മാതാവിനെ കളിയാക്കണത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വരാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം സാക്ഷിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അങ്ങനെ ഞാൻ മാതാവിനോട് തലേ ദിവസം വരെ പറഞ്ഞു, ഇന്ന് 6-ാം തീയതിയാണ് കേട്ടോ, നാളെ 7-ാം തീയതി, എന്നെ മറക്കരുത്, ഇതുവരെയൊക്കെ നീ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്, എനിക്ക് സുഹൃത്തുക്കൾക്കായാലും കുഴപ്പമില്ല, ഉടമ്പടിയിൽ വെച്ചാൽ ഏതെങ്കിലും ഒരു എനിക്കൊരു സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് മുന്നേ ഒരു കസ്റ്റമറിനെ കാണാൻ പോകുമ്പോൾ ഉപ്പിട്ടിട്ട് ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ പുലർച്ചെ ഇവരൊക്കെ ആൾക്കാർ സാക്ഷ്യത്തിൽ പറയുന്ന പോലെ ജോസഫച്ചനെ സ്വപ്നം കണ്ടു, മാതാവിനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്നും പ്രാർത്ഥിക്കുക, എനിക്ക് അതിനുള്ള യോഗ്യത ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലേ മാതാവേ, എനിക്ക് കുറവുകളുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് സ്വപ്നമൊന്നും കാണാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ട് എന്നും ഞാൻ അങ്ങനെ പരാതിയൊന്നും പറയാറുള്ളത്. അങ്ങനെ ഞാൻ ഈ ഡിസംബർ 7-ാം തീയതി പുലർച്ചെ എണീക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ അത് ഈ ഉടമ്പടി എടുത്തിട്ട് ഏറ്റവും വലിയാത്തൊരു സാക്ഷിയാണ്. എനിക്കതന്ന് സന്തോഷത്തിന് പറഞ്ഞു തീരണ്ടായിരുന്നില്ല. എണീക്കുമ്പോൾ തന്നെ ജോസഫ് അച്ഛനെ സ്വപ്നം കണ്ട് എൻ്റെ നിയോഗങ്ങൾ അച്ഛൻ അൾത്താരേന്ന് ഈശോയ്ക്ക് സമർപ്പിക്കണ സാക്ഷിയാണ് കണ്ടത്. ഞാനതന്ന് എന്താ പറയുക, പുലർച്ചെ എന്ന് പറഞ്ഞതിന് അന്ന് ഞായറാഴ്ച ഇത് പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറേ പേർക്ക് ഞാനത് അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് മാതാവ് ജോസഫ് അച്ഛൻ്റെ സ്വപ്നം കണ്ടു, ഇനി എനിക്കൊരു ടെൻഷനും ഇല്ല, എൻ്റെ മാതാവ് സാക്ഷി തന്നെ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അത് എനിക്ക് തന്നു, സന്തോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ വീടിൻ്റെ അടുത്ത് പോയിട്ടുള്ള ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി വായോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു പ്രത്യേക ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാനൊരു 3 ലക്ഷത്തിനും കൂടുതൽ ഞാൻ ഇതുവരെ ഒറ്റയടിക്ക് ഒരു ബിസിനസ് കൊടുത്തിട്ടില്ല ഒരു കസ്റ്റമറെ കയ്യിൽ നിന്ന്. അപ്പം ഞാൻ ആൾക്കാർ 4 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ മാതാവിനോട് ചോദിക്കാറുണ്ട്, മാതാവേ എനിക്ക് വലിയ ആൾക്കാരുടെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല, എന്നെങ്കിലും നീ എനിക്കൊരു സന്തോഷിക്കാൻ തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് 20 ലക്ഷത്തിൻ്റെ ചെക്ക് തന്നിട്ട് എൻ്റെ മാതാവ് എന്നെ ഓഫീസിൽ വരെ എന്നെ സാക്ഷിയാക്കി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ ക്രിസ്ത്യൻസ് കുറവുള്ളൂ, ഓഫീസിൽ അക്രൈസ്തവരാണ് കൂടുതൽ. അപ്പം ഞാൻ അന്ന് കൃപാസനം പേപ്പറൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ലിജി തന്നതല്ലേ എന്ന് വെച്ചിട്ട് മേടിക്കും. പക്ഷേ എന്നെ എല്ലാവരും പേഴ്സണലായിട്ട് ലിജിക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചിട്ട് ഓഫീസിലുള്ളവർ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പറയുകയാണ്, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ വെച്ചിട്ട് അവർക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി വഴി അത് ഞാൻ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്ന് വെച്ചാൽ എനിക്ക് വേറെ ദിവസം സ്വപ്നം കണ്ട് ഇത്ര സന്തോഷം ഉണ്ടായിരിക്കില്ല, പക്ഷെ അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം തന്നെ എന്നെ എന്താ പറയുക, തൃശ്ശൂർ ബ്രാഞ്ച് മൊത്തം എന്നെ മാതാവിൻ്റെ സാക്ഷിയാക്കിയാണ്. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന ആളാണ്, പക്ഷെ അത് ദശാംശമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഹസ്ബൻഡിനൊന്നും അറിയില്ല, മോൾക്കറിയാം, ഗോൾഡ് പണയം വെച്ചിട്ടായാലും ഞാൻ പൈസയൊക്കെ കൊടുക്കാറുണ്ട് ഉടമ്പടി എടുക്കുന്നതിനേക്കാളും മുന്നൊക്കെ. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് എത്ര കൊടുക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ മാതാവ് നിന്നുകൊണ്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ അഖണ്ഡ ജപം എനിക്കങ്ങനെ പറയാൻ ഇഷ്ടമില്ല. എൻ്റെ മോൾക്കും 1-2 സുഹൃത്തുക്കൾക്കും ഞാൻ ചെയ്യുന്നത് അറിയാം. എന്ന് വെച്ചാൽ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. എന്ന് വെച്ചാൽ കടങ്ങളൊക്കെ പറയുമ്പോൾ പറയും, നിങ്ങൾക്ക് കിട്ടുന്നതൊന്ന് കൊടുക്ക്, നിങ്ങൾക്ക് തരുന്നങ്ങനെ പറയിപ്പിക്കാറുണ്ട് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ അഖണ്ഡ ജപമാല റാലിക്ക് കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസനത്തിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ പറ്റുന്നില്ല, പൈസ ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി,
അങ്ങനെ കൊടുക്കാറുണ്ട്. ഇന്നിപ്പോൾ അതേ 2 പേരിന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ രോഗികൾക്കായാലും ഞാൻ ഇങ്ങോട്ട് ചോദിച്ച് വരാൻ ഞാൻ നിൽക്കാറില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കാറാണ് പതിവ്. പിന്നെ രോഗികളെ ഞാൻ കാരുണ്യ രോഗികളെ, അതായത് ക്യാൻസറിൻ്റെ, എനിക്കത് കാലങ്ങളായിട്ട് ഇഷ്ടമുള്ള ആളാണ് ഒരു വൃദ്ധരായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുക എന്നുള്ളത്. പക്ഷെ ഞാനത് എങ്ങനെ പോവും, അതായത് ആൾക്കാർ എന്ത് പറയുന്നുള്ളൊരു ചിന്ത എൻ്റെ കാലത്ത് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് അത് ഞാൻ ദൈവസ്നേഹത്തോട് കൂടിയിട്ട് തന്നെ ഞാനിതുപോലെ എങ്ങനെ പോവും എവിടെ പോകും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് എൻ്റെ സ്വന്തം ഇടവകയിൽ എൻ്റെ അമ്മയുടെ ഒരു സപ്തതിക്ക് അവിടെ കേക്ക് മുറിച്ച് ചേട്ടൻ അവിടെ നിന്ന് അരി കൊടുത്ത് എനിക്കത് വഴി കാണിച്ച് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് രോഗികളെ കുളിപ്പിക്കാറുണ്ട്. ഞാൻ എൻ്റെ കൂടെ വേറൊരു ഉടമ്പടി എടുത്ത കുട്ടീൻ്റെ അവരേനും കൂട്ടിയിട്ട് ഞാൻ പോകാറുണ്ട്. പിന്നെ അവർക്ക് അവിടെ മാസ്ക്, ഗ്ലൗസ്, ഡയപ്പറൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഇതൊന്നല്ല ആവശ്യം, ഞങ്ങൾക്ക് പഴയ തുണികൾ ആവശ്യം എന്ന് പറയും. അപ്പം ഞാൻ ഇടവകയിൽ വിളിച്ച് പറഞ്ഞ് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് ഞാനത് അന്ന് വെച്ചാൽ അവർക്ക് ഡയപ്പർ മാറ്റാനൊക്കെ തുണികളാണ് ആവശ്യം. അപ്പം ഞങ്ങൾക്ക് തുണികളും പേപ്പർ ആവശ്യം എന്ന് പറയണം. കാരണം ഞാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും വണ്ടി വിളിച്ചിട്ട് അത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാനത് ആദ്യമേ തന്നെ പോകുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് അറപ്പും വെറുപ്പൊന്നും ഇല്ലാണ്ട് ഈശോ നിന്നെ ശുശ്രൂഷിക്കാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ ചെയ്യണം. പിന്നെ അവർക്ക് എന്തെങ്കിലും ഇപ്പോൾ രണ്ട് ഹിന്ദുക്കളും ഒരു ക്രിസ്ത്യൻസാണ്. അപ്പോൾ അവർക്ക് ഇല്ലാത്ത, അതായത് ഓണായാലും ക്രിസ്മസ് ആയാലും അവർക്ക് വരാനൊന്നും പറ്റില്ലെങ്കിൽ ഞാൻ ഓണായാലും ക്രിസ്മസ് ആയാലും ഞാൻ രോഗികളെ കുളിപ്പിക്കാൻ പോവാറുണ്ട്. പിന്നെ ഞാൻ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം എന്നും കുർബാനയ്ക്ക് പോകുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ മടി കൂടുതലായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ മടി പിടിച്ച് അവിടെ കിടക്കും. ഇപ്പം അങ്ങനെ മടി പിടിച്ച് കിടക്കാറില്ല. ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത് 1 കൊല്ലം കഴിഞ്ഞു. അതിലാകെ 2-3 ദിവസം മാത്രമാണ്, അതായത് മീറ്റിങ്ങുകൾക്കൊക്കെ പോകുമ്പോൾ പുലർച്ചെ പോണ കാരണം എനിക്ക് കുർബാന അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അങ്ങനെ ഒരു ദിവസം വയ്യാതെയും അങ്ങനെ ആകെ 2-3 ദിവസം ഞാൻ കുർബാനയ്ക്ക് മുടങ്ങിയിട്ടുള്ളൂ. പിന്നെ എനിക്കിതിൽ എന്താ പറയുക, നമുക്ക് കുമ്പസാരിക്കാറൊക്കെ ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇതിൽ ആത്മീയ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ കുമ്പസാരിക്കുമ്പോൾ എനിക്ക് ആദ്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കുമ്പസാരിക്കുക എന്നുള്ളൊരു, ഈശോയാണ് കുമ്പസാരക്കൂടില്ലെന്നുണ്ടെങ്കിൽ പോലും അച്ഛൻ്റെ അടുത്താണ് കുമ്പസാരിക്കണേന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഈ കുറച്ച് കാലം വെച്ചിട്ട് എനിക്ക് ഈശോ എന്നോട് ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ആർക്ക് കൊടുക്കണം, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് കുമ്പസാരത്തിലൂടെ എനിക്ക് ഈശോ വെളിപ്പെടുത്തി തരുന്നത്. അതെനിക്ക് ഭയങ്കര സന്തോഷം എനിക്കിപ്പോൾ. എന്താ വെച്ചാൽ എന്നോട് ഈശോ സംസാരിക്കുക എന്നുള്ള ഒരിതാണ്. പിന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടാറുണ്ട്. കൃപാസന പേപ്പർ ഞാൻ ഇന്ന ആൾക്കൊന്നുമല്ല, പള്ളിയിൽ ഞാൻ കൊടുക്കാറുണ്ട്. പള്ളിയിൽ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു 4-5 വർഷക്കാലം എനിക്ക് കൃപാസന പേപ്പർ കിട്ടി ഞാൻ അകത്ത് കൊണ്ടുവന്ന് വെക്കില്ലായിരുന്നു. എല്ലാ ധ്യാന കേന്ദ്രങ്ങളും ഒന്നാണെന്നുള്ളൊരു ചിന്താഗതിയുള്ള കാരണം ഞാൻ കൃപാസന പേപ്പർ വായിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില വ്യക്തികൾക്ക് അവർക്ക് മാതാവിനെ അറിയേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ കൃപാസന പേപ്പർ കൊടുത്ത് നിങ്ങൾ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻസിനാണ് പള്ളിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിലായാലും ബസ്സിൽ പോകുമ്പോഴായാലും എൻ്റെ കയ്യിൽ ഉടമ്പടി കാശുരൂപം അതുപോലെ ഉപ്പുണ്ടായിരിക്കും. ചിലവരൊക്കെ കുറേ പേര് പറയുമ്പോൾ എനിക്ക് വിഷമാവും, എനിക്ക് മാതാവിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട് പക്ഷെ എത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് അവിടെ വെച്ചിട്ട് എൻ്റെ നമ്പർ കൊടുക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ എന്ന് പറയും. ഞാൻ ആദ്യമൊക്കെ കൊന്ത ചെല്ലുമ്പോൾ എല്ലാവർക്കും 5 ദിവസം ഞാൻ 5 ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൊന്ത ചെല്ലുക. എനിക്ക് വേണ്ടി എന്തെങ്കിലും വന്ന് കൊന്ത ചെല്ലി കഴിഞ്ഞാൽ എനിക്കത് അയ്യോ അവർക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കാം. ഇപ്പം ഞാൻ കൊന്ത ചെല്ലുമ്പോൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അവർക്കുള്ള ഏതാണോ അവരുടെ വചനം, അങ്ങനെ ചിലപ്പോൾ ഒരു കൊന്ത എന്ന് പറയണത് എൻ്റെ 1 മണിക്കൂറൊക്കെ പിടിക്കും ഞാൻ കൊന്ത ചെല്ലുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ ഫുൾ ടൈം ഞാൻ മറ്റേതൊക്കെ എനിക്ക് ആത്മീയ ജീവിതം പറഞ്ഞാൽ എനിക്ക് മറ്റേത് കൂട്ടുകാരത്തികളൊക്കെ വല്ലവർക്കും എനിക്ക് വിഷമം വന്നാൽ ഞാൻ 1 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് വിളിക്കും, അതായിരുന്നു എൻ്റെ സന്തോഷം. പക്ഷേ ഇപ്പം എനിക്ക് രാവിലെ ഞാൻ 3 മണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 മണി തൊട്ട് സാക്ഷിണിയായിരിക്കും. എനിക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് ഒരാളെ വിളിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. അത്രയും എന്താ പറയുക, എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ജോസഫ് അച്ഛൻ പറയണ പോലെ വ്യക്തികളോടല്ല സംസാരിക്കേണ്ടത്, ഈശോയോടാണ് സംസാരിക്കേണ്ടത്. അപ്പം ഞാൻ അവിടെ സാക്ഷ്യം വെച്ചിരുന്ന് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇതാണ്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം മാതാവിൻ്റെ ഭക്തി തന്നെയായിരുന്നു, പക്ഷേ അന്ന് കുറച്ച് നാളൊന്ന് ഈശോയോടാണ് സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈശോയോടായിരുന്നു കൂടുതൽ. എൻ്റെ മുന്നിൽ മാതാവ് നിന്നവരെ ഞാൻ മാതാവിനെ നോക്കിയിരുന്നില്ല. അതിന് ഞാൻ മാതാവിനോട് ഇപ്പം എന്നും ഞാൻ സോറി പറയുന്നു. ഉടമ്പടി വഴി എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ മാതാവിനോട് ഞാൻ പരാതി പറയാറില്ല, ഞാൻ എപ്പോഴും സംസാരിക്കാറാണ് പതിവ്. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനിയും ഇവിടുന്ന് ഉടമ്പടിയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയുടെ തിരുക്കുമാരനും കോടാനുകോടി നന്ദി സ്തുതി അർപ്പിക്കുന്നു.
സൗഖ്യം തന്നതിന് മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി.